വസ്ത്രത്തിന് 5 ധർമ്മങ്ങളുണ്ട്. 1. നഗ്നത മറയ്ക്കുക. 2. രൂപഭംഗി വരുത്തുക. 3. തണുപ്പ്, ചൂട് എന്നിവ ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക. 4. വ്യക്തിത്വം സൂചിപ്പിക്കുക. 5. ആശ്രയം നൽകുക. ഈ 5 ധർമ്മങ്ങൾ ഉള്ളതുകൊണ്ടാണ് വിവാഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി പുടവ കൊടുക്കൽ അഥവാ വസ്ത്രം കൈമാറൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി മാറിയത്. സൃഷ്ടി എന്ന് നാം വിളിക്കുന്ന ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തി മായ എന്ന അത്ഭുത ശക്തിയുടെ പ്രഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഈ ശക്തി ബ്രഹ്മതത്വം എന്ന ചേതനാതത്വത്തിനോട് ചേരുമ്പോഴാണ് ലോകം സൃഷ്ടിക്കപ്പെടുക. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറഞ്ഞത് ശിവശക്തിയായുക്തോ യതി ഭവതി പ്രഭവിതും എന്ന്. ഈ മായാശക്തിക്ക് വസ്ത്രത്തിൻ്റെ ഗൂഢാർത്ഥം പോലെ സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള 5 കാര്യങ്ങൾ ആവശ്യമുണ്ട്. 1. സ്വയം അദൃശ്യമായി നിൽക്കുക. 2. ആരെയും ആകർഷിക്കുന്ന തരം സ്വരൂപം വേണമെന്നുള്ളത്. 3. സൃഷ്ടിയുടെ ഗുണദോഷങ്ങൾ തന്നെ ബാധിക്കാതിരിക്കുക എന്നുള്ളത്. 4. തൻ്റെ കഴിവും പ്രാധാന്യവും എടുത്തു കാണിക്കണം എന്നുള്ളതാണ്. 5. തനിക്ക് എല്ലാത്തരം അഭയവും വേണം. വസ്ത്രദാനത്തിലൂടെ ഇതുതന്നെയാണ് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. കാരണം വസ്ത്രത്തിൻ്റെ 1ാമത്തെ ലക്ഷണം രഹസ്യത്തെ മറയ്ക്കുക എന്നതാണല്ലോ. മായാശക്തി ബ്രഹ്മത്തിനോട് ആദ്യം ആവശ്യപ്പെടുന്നത് സൃഷ്ടി നടത്തുന്ന താൻ അദൃശ്യമായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. 2. വസ്ത്രം രൂപഭംഗിക്കായി ഉള്ളതാണ്. 3. അവൾ ആവശ്യപ്പെടുന്നത് തന്നെ സൃഷ്ടിയുടെ ഗുണദോഷങ്ങൾ ബാധിക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രകൃതി ബലമായി നമ്മെക്കൊണ്ട് കർമ്മം ചെയ്യിപ്പിച്ചാലും ഫലം പ്രകൃതിക്ക് ലഭിക്കുന്നില്ല, മറിച്ച് നമുക്ക് തന്നെ ലഭിക്കുന്നു എന്നുള്ളത്. ഇവിടെ വസ്ത്രത്തിൻ്റെ ഉപയോഗവുമായിട്ടുള്ള സാമ്യം ശീതോഷ്ണ സ്ഥിതിയെ ക്രമീകരിക്കുന്നതിന് വേണ്ടി വസ്ത്രത്തെ ആശ്രയിക്കുന്നു എങ്കിലും ചൂടും തണുപ്പും അറിയുന്നത് നമ്മളാണ്, വസ്ത്രമല്ല എന്നതാണ്. 4. മായാശക്തി അതിൻ്റെ വ്യക്തിത്വം ആവശ്യപ്പെടുന്നു. അതായത് താൻ അദൃശ്യയാണ് എങ്കിൽ പോലും തൻ്റെ നിയമങ്ങളെ ജീവികൾ അനുസരിക്കണം എന്നും അതുവഴി തനിക്ക് അംഗീകാരം ഉണ്ടാകണമെന്നും പ്രകൃതി നിയമം അലംഘനീയമാണെന്ന് മായാശക്തിയെ കാണാത്തവർ പോലും സമ്മതിക്കുന്ന ഒന്നാണ്. ഈ സമ്മതം പ്രകൃതിക്ക് അവളുടെ വ്യക്തിത്വം നൽകുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരാൾ തൻ്റെ വ്യക്തിസ്വരൂപം അയാളുടെ വസ്ത്രധാരണത്തിലൂടെ പ്രകടമാക്കുന്നു. 5. വസ്ത്രം പലരുടെയും രക്ഷയ്ക്ക് എത്തുന്നതായി കാണാം. ശവശരീരത്തിൻ്റെ അവസാനത്തെ ആശ്രയം വസ്ത്രമാണല്ലോ. മുറിവ് കെട്ടാൻ വസ്ത്രം ഉപയോഗിക്കുന്നു. ആരെയെങ്കിലും രക്ഷിക്കാനും വസ്ത്രത്തിൻ്റെ അഗ്രഭാഗം കൊണ്ട് സാധിക്കും. ഗൃഹസ്ഥാശ്രമ ജീവിതത്തിന് വേണ്ടി ഒരു പുരുഷൻ സ്ത്രീയെ സ്വീകരിക്കുമ്പോൾ പുരുഷൻ സ്ത്രീയുമായി ഈ 5 നിയമങ്ങൾക്കും വിധേയമാക്കപ്പെട്ടിരിക്കുന്നു. ബ്രഹ്മം എന്ന സ്ഥാനം പുരുഷനും മായ എന്ന സ്ഥാനം സ്ത്രീക്കും പ്രപഞ്ചം എന്ന സ്ഥാനം കുടുംബത്തിനും കൽപ്പിച്ചു നോക്കുക. വളരെ ശരിയാണ് എന്ന് മനസ്സിലാക്കാം. 1ാമത്തെ ആവശ്യം സൃഷ്ടികർമ്മം ഗോപ്യമാക്കണം എന്നതാണ്. സ്ത്രീയും പുരുഷനും എല്ലായ്പ്പോഴും ഗോപ്യമായി മാത്രമാണ് സൃഷ്ടികർമ്മം നടത്തുക. 2ാമത്തെ ആവശ്യം സൗന്ദര്യമാണ്. പുരുഷൻ തൻ്റെ ഭാര്യയെ സർവാലങ്കാര വിഭൂഷിതയാക്കി കൊണ്ടു നടക്കാൻ ഗൂഢമായിട്ട് ആഗ്രഹിക്കുന്നു. 3. ഗുണദോഷം ഇല്ലായ്മ. സ്ത്രീക്ക് ഗർഭം നൽകിയതിന് പുരുഷന് മാത്രമാണ് സൃഷ്ടിപരമായി തന്നെ എന്നും ഉത്തരവാദിത്വം. 4. സർവാധികാരമാണ്. ഏറ്റവും മൃദുലമാണ് എങ്കിലും സ്ത്രീയുടെ വാക്ക് ഇന്നും ഒരു വീടിൻ്റെയും പുരുഷൻ്റെയും ജീവിതഗതി തന്നെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. 5. അഭയമാണ്. ഏത് ദുർബലനായ പുരുഷനും ആപത്തിൽ തൻ്റെ ഭാര്യയെ സ്വന്തം ജീവനെ പോലും കളഞ്ഞുകൊണ്ട് രക്ഷിക്കുന്നതാണ്. ഇങ്ങനെ പ്രകൃതിയും ബ്രഹ്മവും തമ്മിലുള്ള 5 കരാറുകൾക്ക് വസ്ത്രം ഒരു സൂചനയായി നൽകിയിട്ടുള്ളതുപോലെ ഞാൻ ഈ 5 നിബന്ധനകളും പാലിക്കുന്നു എന്നാണ് പുരുഷൻ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഇതുകൊണ്ടാണ് പുടവ കൊടുക്കൽ വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി മാറാൻ കാരണമായത്.